മഴ തോരും മുമ്പേ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനേ, അതുപോലെ ലൈക്ക് ചെയ്യാനേ, ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ബാലചന്ദ്രൻ കള്ളു കുടിച്ചൊരു ബോധമില്ലാതെ വന്ന് ബെല്ലടിക്കുകയാണ്. അപ്പം ഈ സമയത്ത് കൃഷ്ണമോള് ഇറങ്ങി വരുന്നുണ്ട്. കൂടെ വൈജി ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ വൈജി ചോദിക്കുന്നുണ്ട്, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ലമ്മേ, എനിക്കൊരു പ്രോജക്റ്റ് ചെയ്യാനുണ്ടെന്ന് കൃഷ്ണ പറയുന്നുണ്ട്. അതിനുശേഷം വന്ന് ജനലിൽ കൂടെ നോക്കുമ്പോൾ ബാലചന്ദ്രൻ തന്നെയാണ്. അപ്പം ബാലചന്ദ്രൻ്റെ ഒരു ബോധമില്ലാതെ ഞാൻ തന്നെ മോളെ ഡോറ് തുറന്നോ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കൃഷ്ണ വന്ന് ഡോറ് തുറക്കുമ്പോൾ ബാലചന്ദ്രന് നിൽക്കാൻ വയ്യാത്ത രീതിയിൽ ആടി ആടി നിൽക്കുകയാണ്. അപ്പം കൃഷ്ണ ഒരു സംശയത്തോടെ ചോദിക്കുന്നുണ്ട്, അച്ഛനെന്താ കുടിച്ചോന്ന് ചോദിക്കുകയാണ്. ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, വെള്ളമാണോ കുടിച്ചേ അതോ കള്ളു കുടിച്ചോന്നാണോ മോള് ചോദിക്കുന്നത്? രണ്ടും കുടിച്ചോന്നാണ് ചോദിച്ചതെന്ന് കൃഷ്ണ പറയുന്നുണ്ട്. കുറച്ച് മാത്രമേ കുടിച്ചോളൂ എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. പറ്റിപ്പോയി. ഇതൊക്കെ വൈജ കാണുന്നുണ്ടായിരുന്നു. വൈജയ്ക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അപ്പം കൃഷ്ണ പറയുന്നുണ്ട്, അച്ഛൻ എന്തിനാ കള്ളു കുടിക്കാൻ പോയത്? അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അച്ഛനെ വയ്യാത്തയല്ലേ? എനിക്കെന്ത് കുഴപ്പം മോളെ? മോക്ക് എന്നെ കണ്ടിട്ട് എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, അച്ഛന് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയാണ്. അച്ഛനിങ്ങനെ കള്ളു കുടിച്ചിട്ട് സാധാരണ വരാറില്ലല്ലോ, പിന്നെന്താ? എനിക്ക് കുടിക്കണമെന്ന് തോന്നി, ഇച്ചിരി കുടിച്ച് ഒരു സമാധാനത്തിന് വേണ്ടി എന്നും പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ആടി ആടി അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ കൃഷ്ണ വന്ന് പിടിക്കുന്നുണ്ട്. കൃഷ്ണ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ പടി കയറാനായിട്ട് വരുമ്പം വൈജി അവിടെ നിൽക്കുന്ന കാണുന്നുണ്ട്. അപ്പോൾ വൈജിയെ കാണുമ്പോഴത്തേക്ക് ബാലചന്ദ്രന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പം വൈജി അടുത്തോട്ട് ബാലചന്ദ്രൻ ആടി ആടി വന്നിട്ട് പറയാണ്, ഇവള് കാരണമാണ് ഞാൻ ഇങ്ങനെ ആയത്. ഇവള് ഒരു ദിവസം ഇറങ്ങിപ്പോയതിൻ്റെ ഫലം എന്താ? കാലും കൈയും ഒടിഞ്ഞ് മാക്രയെ പോലെ കുറേ നാൾ കടന്ന്. ഇനി നീ അങ്ങനെ ഇറങ്ങി പോവുകയാണെങ്കിൽ പിന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരല്ലേ, ആ വഴി അങ്ങ് പൊക്കോണമെന്ന് പറയാണ്. അപ്പോൾ കൃഷ്ണ വന്ന് ബാലചന്ദ്രനെ പിടിക്കുന്നുണ്ട്. വാ അച്ഛാ, നമുക്ക് മുറിയിലേക്ക് പോവാം. ഞാൻ പറയട്ടെ മോളെ, പറഞ്ഞു തീർന്നില്ല. ഇത്രയും അഹങ്കാരിയായ ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല, നിൻ്റെ അമ്മ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ വൈജിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പം കൃഷ്ണ പറയുന്നുണ്ട്, അച്ഛന് സുഖമില്ലാത്തതാണെന്ന് അച്ഛൻ അറിഞ്ഞുകൂടായോ? അച്ഛൻ എന്തിനാ കുടിച്ചതെന്ന് ചോദിക്കുകയാണ്. എനിക്കെന്താ, എനിക്കൊരു കുഴപ്പമില്ല. ഇനി അച്ഛൻ ഹോസ്പിറ്റലിലോട്ടൊന്നും പോകത്തില്ല മോളെ. ഇനി അച്ഛന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അച്ഛൻ അങ്ങ് മുകളിലോട്ട് പോകത്തേ ഉള്ളൂ. ഇനി അച്ഛൻ ICUവിലൊന്നും കിടക്കാൻ നിൽക്കത്തില്ല. അച്ഛൻ ഇനി അങ്ങ് മുകളിലോട്ട് പോകത്തേ ഉള്ളെന്ന് ബാലചന്ദ്രൻ കുറച്ച് വിഷമത്തോടെ പറയാണ്. അത് കേൾക്കുമ്പോൾ വൈജിക്ക് നല്ല സങ്കടവും വിഷമമൊക്കെ വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് കൃഷ്ണനാണെങ്കിൽ വീണ്ടും പിടിച്ചോണ്ട് പോവുകയാണ്. വാ അച്ഛ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രനെ പിടിച്ചോണ്ട് പോവുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ വരാം മോളെ എന്നൊക്കെ പറഞ്ഞ് ഒട്ടും ബോധമില്ലാതെ ഇങ്ങനെ ആടി ആടി പോവുകയാണ്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് വൈജിക്ക് നല്ല വിഷമം വരുന്നുണ്ട്. എൻ്റെ ജീവിതം നശിപ്പിച്ചത് ഇവളാ എന്നും പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ബാലചന്ദ്രനെ എങ്ങനെയെങ്കിലും കൃഷ്ണ മുറിയിലെത്തിക്കുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ്റെ അടുത്ത് കൃഷ്ണ ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തിനാ കുടിച്ചതെന്ന് ചോദിക്കുകയാണ്. അച്ഛനെ ഇങ്ങനെ ഉള്ള ഒരു സ്വഭാവം ഇല്ലായിരുന്നല്ലോ. അല്ലെങ്കിലും അലീന ചേച്ചി പോയതിന് ശേഷം അച്ഛൻ്റെ സ്വഭാവത്തിന് നല്ല മാറ്റമുണ്ട്. അലീന ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ കുടിക്കുമായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, മോളെ, എനിക്ക് എൻ്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയാണ് കുടിച്ചത്. ഇവിടെ എനിക്കൊരു സ്വസ്ഥതയും കിട്ടുന്നില്ല, അതിന് വേണ്ടി അച്ഛൻ കുടിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണ എടുത്ത് വന്നിട്ട് ബാലചന്ദ്രൻ കവിളിലിങ്ങനെ തൊട്ടിട്ട് ചോദിക്കുക, എൻ്റെ കയ്യിലൊരു ബോംബുണ്ട് മോളെ, ആ ബോംബ് പൊട്ടിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പം കൃഷ്ണ ഇങ്ങനെ വിഷമത്തോടെ ബാലചന്ദ്രനെ നോക്കുന്നുണ്ട്. ചോദിച്ചു കേട്ടില്ലേ, അച്ഛൻ ആ ബോംബ് അങ്ങ് പൊട്ടിക്കട്ടെ, അച്ഛന് കുറച്ചെങ്കിലും മനസ്സമാധാനം കിട്ടുമെന്ന് പറയാണ്. അപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട്, അച്ഛൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. അച്ഛൻ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ചിന്തിച്ചു കൂട്ടുന്നതെന്ന് ചോദിക്കുകയാണ്. ഉടനെ ബാലചന്ദ്രൻ കൃഷ്ണൻ്റെ മുഖത്തോട്ടിട്ട് പറയാണ്, ഇല്ല, അച്ഛൻ പൊട്ടിക്കത്തില്ല. അച്ഛൻ ആ ബോംബ് പൊട്ടിച്ച എൻ്റെ മക്കൾക്ക് പിന്നെ എന്തെങ്കിലും ഒരു സമാധാനം കാണുമോ? എൻ്റെ മക്കൾ ആകെപ്പാടെ തകർന്നു പോകത്തില്ലയോ? അതുകൊണ്ട് ഇപ്പോഴെങ്ങും അച്ഛൻ ബോംബ് പൊട്ടിക്കത്തില്ല. അച്ഛന് പിടിച്ചു നിൽക്കാവുന്നതിൻ്റെ പരമാവധി അച്ഛൻ പിടിച്ചു നിൽക്കും. അതിനുശേഷം സഹി കെട്ടുകയാണെങ്കിൽ മാത്രമേ അത് പൊട്ടിക്കത്തോളെന്ന് ബാലചന്ദ്രൻ പറയാണ്. അപ്പോൾ കൃഷ്ണയ്ക്ക് നല്ല വിഷമം വരുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ വീണ്ടും ചോദിക്കുന്നുണ്ട്, അലിനി ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഇങ്ങനെ കുടിച്ചിട്ട് വരുമായിരുന്നോ? അച്ഛൻ കുടിച്ചിട്ട് വരാൻ അലിനി ചേച്ചി സമ്മതിക്കുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവൾ എൻ്റെ ശക്തിയായിരുന്നു. അവൾ പോയതിന് ശേഷം ഞാൻ ആകെപ്പാടെ തകർന്നു പോയി മോളെ എന്ന് പറയാണ്. അച്ഛനിത് സഹിക്കാൻ പറ്റുന്നില്ല. അച്ഛനെ എല്ലാവരും കൂടെ ചേർന്ന് വഞ്ചിച്ച് അച്ഛനിത് സഹിക്കാൻ വയ്യാന്നും പറഞ്ഞ് ബാലചന്ദ്രൻ പൊട്ടിക്കരയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് കൃഷ്ണയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന ബോംബ് എപ്പോൾ വേണമെങ്കിലും പൊട്ടും എന്ന രീതിയിലിരിക്കുകയാണ്. അച്ഛനിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ പിന്നി പൊട്ടുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ കൃഷ്ണയ്ക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. ഈ സമയത്ത് കുളത്തൂപ്പുഴയിൽ ആകപ്പാടെ പ്രശ്നമാണ്. സ്റ്റാൻലി ഫുഡ് കഴിക്കാൻ വന്നിരിക്കുമ്പോൾ അലീന എന്ത് ചെയ്യുന്ന പൗലോസിൻ്റെ അടുത്തും ആൻ്റപ്പൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. കുഞ്ഞിന് ഇന്ന് ആഹാരം വേണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നെന്ന് പൗലോസ് പറയുന്നുണ്ട്. ഓഹോ, ഇന്നും ഉപവാസമാണോ എന്ന് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെന്ന് എന്നോട് പറഞ്ഞെന്ന് ആൻ്റപ്പൻ പറയുന്നുണ്ട്. ഇത് എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള പണിയാണെന്ന് സ്റ്റാൻലി അവരുടെ അടുത്ത് പറയുന്നുണ്ട്. ആ സമയത്താണ് അവതക്കുട്ടി വരുന്നത്. അപ്പം അവതക്കുട്ടിയെടുത്ത് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അലീന ഇന്ന് ഉപവാസമാണോ അപ്പച്ച എന്ന് ചോദിക്കണം. അതെ, അലീന ഇന്ന് ഉപവാസമാണ്, അവൾക്കൊന്നും വേണ്ടാമെന്ന് എന്നോട് പറഞ്ഞതെന്ന് അവതക്കുട്ടി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അപ്പച്ച
അപ്പച്ചൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? എൻ്റെ മുന്നിൽ ഇങ്ങനെയുള്ള കാര്യമൊന്നും നടക്കത്തില്ലെന്ന് അപ്പച്ചൻ എന്താ പറഞ്ഞ് മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അവൾക്ക് മനസ്സിലാവണ്ടേ, നിൻ്റെ അല്ലേ മോള്, അപ്പം നിൻ്റെ പോലെ തന്നെ അവൾക്കും വാശി കാണത്തില്ലയോ? അങ്ങനെ അവതക്കുട്ടി അവിടെ വന്നിരിക്കുകയാണ്. എന്നിട്ട് സ്റ്റാൻലി അടുത്ത് പറയുന്നുണ്ട്, മോനെ, അവൾ പറയുന്നതിൽ ഒരു കാര്യമില്ലേ, അവൾക്ക് ഈ അവസ്ഥയിലൂടെ എല്ലാം കടന്നു വന്നുകൊണ്ട് അവൾക്ക് ഇത്രയും ആഹാരം കളയുന്നതിനോടൊന്നും ഒരു യോജിപ്പും കാണത്തില്ല. അവൾ പറയുന്നതിൽ ശരിയുണ്ടെങ്കിൽ നിനക്കത് അംഗീകരിച്ചു കൊടുത്തൂടെ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പച്ചൻ എന്താ എന്നോട് പറഞ്ഞു വരുന്നത്? അലീനെ ന്യായീകരിക്കാനാണോ എൻ്റെ അടുത്ത് വന്നതെന്ന് ചോദിക്കുകയാണ്. ഞാൻ ആരെയും ന്യായീകരിക്കാൻ വന്നതല്ല, അവൾ പറയുന്നതിൽ ശരിയുണ്ടെന്ന് എനിക്ക് തോന്നി, അതാ നിന്നോട് പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പച്ചനൊരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊക്കോ, അപ്പച്ചനെ പുനലൂരേക്ക് പൊക്കോ, അപ്പച്ചൻ ഇവിടെ നിൽക്കുന്നതേ അവൾക്കൊരു ബലവാ, പിന്നെ ഇതൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കും, അപ്പച്ചൻ പോയി കഴിഞ്ഞാൽ ആരും കൂട്ടില്ലാതെ വരുമ്പം തന്നെ ഈ സമരമൊക്കെ അങ്ങ് നിർത്തിക്കോളും എന്ന് സ്റ്റാൻലി പറയാണ്. ഇത് കേൾക്കുമ്പോൾ അവതക്കുട്ടി ചോദിക്കുന്നുണ്ട്, ഞാനെവിടെ പോകാനാ, ഇതെൻ്റെ മോൻ്റെ വീടാ, അപ്പോൾ ഞാൻ ഇവിടെ തന്നെ നിൽക്കും, നീ എന്നെ ഇവിടുന്ന് ഇറക്കി വിടുമോ? അതൊന്നും കാണണമല്ലോ, ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്ന് പറയാണ്. അപ്പച്ചൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട സ്ഥാനത്ത് അപ്പച്ചൻ എന്നോട് യുദ്ധത്തിന് വരുവാണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട്, യുദ്ധത്തിന് വരേണ്ട കാര്യമാണെങ്കിൽ വരും, നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ട, നീ എൻ്റെ ഈ മടിയിരുന്ന മുള്ളിയും അപ്പിടിയൊക്കെ ചെയ്ത് വളർന്നത്, അല്ലാതെ നീ ജനിച്ചപ്പോഴേ ഇത്രയൊന്നും ആയിരുന്നില്ല എന്ന് അവതക്കുട്ടി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ പൗലോസും അതിൻ്റെ പിന്നും ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ട, ഞാനാ അപ്പൻ, നീ മകനാന്ന് പറയാണ്. അപ്പോൾ സ്റ്റാൻലി ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം തീരുമാനിച്ച്, ഇപ്പം മുതൽ ഞാനും ചിന്നമ്മയുടെ കൂടെ തന്നെയാണ്, ഞാനും ചിന്നമ്മയുടെ കൂടെ ഉപവാസം എടുക്കാൻ തന്നെ തീരുമാനിച്ച്, നീ എന്ത് ചെയ്യാൻ പറ്റും, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അപ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പച്ചൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ട, അപ്പച്ചനാണെങ്കിൽ അലീനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട സ്ഥാനത്ത് അവളുടെ കൂടെ നിന്ന് എന്നോട് യുദ്ധം ചെയ്യാനായിട്ടിരിക്കുകയാണ്. ആരെന്നോട് യുദ്ധം ചെയ്യാൻ വന്നാലും എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല, അത് അപ്പച്ചനറിയാലോ, അതുകൊണ്ട് അപ്പച്ചന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാമെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട്, അങ്ങനെ ആയിക്കോട്ടെ, ഇന്നു മുതൽ ഞാനും ചിന്നമ്മയുടെ കൂടെ തന്നെ നിനക്കെതിരെ സമരം തുടരാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്, ഞാനും ചിന്നമ്മയുടെ കൂടെ തന്നെ നിരാഹാരം തുടങ്ങാൻ പോവുകയാണ്, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയാണ്. എന്നും പറഞ്ഞ് അവതക്കുട്ടി അങ്ങ് പോവുകയാണ്. സ്റ്റാൻലി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അലീനയുടെ കൂടെ അപ്പനും കൂടെ ചേർന്ന് അത് വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് സ്റ്റാൻലിക്ക് അറിയാം. മാത്രവുമല്ല അവതക്കുട്ടിക്ക് പ്രായമുള്ളത് കൊണ്ട് ഫുഡൊന്നും കഴിക്കാതിരുന്നാൽ വലിയ പ്രശ്നമാവുമെന്നും സ്റ്റാൻലിക്ക് അതറിയാം. അങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും സ്റ്റാൻലിയെ മുട്ട് കുത്തിക്കാൻ തന്നെ അവതക്കുട്ടിയും അലീനയും തീരുമാനിച്ചിരിക്കുകയാണ്. ആവശ്യമില്ലാത്ത കള്ളത്തരങ്ങളെല്ലാം പൗലോസ് അലീനയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ കേട്ട് സ്റ്റാൻലി വിശ്വസിച്ചിരിക്കുകയാണ്.